കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഹിൻഡർബർഗ് റിപ്പോർട്ടാണ് വിശ്വസിക്കുന്നതെങ്കിൽ എന്തിനാണ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അദാനിയുമായി കരാറിൽ ഒപ്പിടുന്നത് എന്ന ചോദ്യവുമായി എത്തിയിരിക്കുകയാണ് തെലങ്കാനയിലെ ബി.ജെ.പി. എം.പി. എം രഘുനന്ദൻ റാവു. നേരത്തെ രാഹുൽ ഗാന്ധിക്ക് 2 വിദേശ ഭാര്യമാരുണ്ടെന്നും അതിലൊരുവൾക്ക് 2 മക്കളുണ്ടായി എന്നും ആരോപിച്ചുകൊണ്ട് ബ്ലിറ്റ്സ് മാസിക പ്രസിദ്ധീകരിച്ച ലേഖനം രാഹുൽ ഗാന്ധിയുടെ ഔദ്യോഗിക വസതിയിൽ കൊണ്ടുപോയി കൊടുക്കുക വഴി വാർത്തകളിൽ നിറഞ്ഞിരിക്കുകയാണ് മേഡക് മണ്ഡലത്തിലെ എം.പിയായ രഘുനന്ദൻ റാവു. വെള്ളിയാഴ്ച വാർത്താ സമ്മേളനത്തിലാണ് തെലങ്കാനയിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കെതിരെ രഘുനന്ദൻ റാവു പൊട്ടിത്തെറിച്ചത്. ഹിൻഡൻബർഗ് എന്ന അമേരിക്കയിലെ ധനകാര്യ ഗവേഷണ സ്ഥാപനം പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അദാനിയെയും കേന്ദ്ര സർക്കാരിനെയും വിമർശിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. സ്വന്തം നാട്ടിലെ സ്ഥാപനങ്ങളെക്കാൾ വിദേശ സ്ഥാപനങ്ങളുടെ റിപ്പോർട്ടുകളിലാണ് രാഹുൽ ഗാന്ധിക്ക് കൂടുതൽ താല്പര്യം. അദാനി അത്രയ്ക്കും വിശ്വസിക്കാൻ കൊള്ളാത്ത ആളാണെങ്കിൽ എന്തിനാണ് അദാനിയുമായി കോൺഗ്രസ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി കരാർ ഒപ്പിടുന്നത് എന്നാണ് എം രഘുനന്ദൻ റാവു ചോദിക്കുന്നത്. തെലങ്കാന സർക്കാരിന് വേണ്ടി അദാനി ഒട്ടേറെ പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുറക്കുകയാണ്. കോൺഗ്രസ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ നടത്തിയ ബിസിനസ് മീറ്റിലാണ് അദാനി കോടികളുടെ ബിസിനസ് തെലങ്കാനയിൽ പ്രഖ്യാപിച്ചത്. തുടർച്ചയായി രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുകയാണ് രഘുനന്ദൻ. വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നതിനാൽ കോൺഗ്രസ് നേതാക്കൾക്ക് മറുപടി ഇല്ലാത്ത സ്ഥിതിയാണ്. അതിനാൽ തന്നെ തെലങ്കാനയിലെ മേഡക്കിൽ നിന്നുള്ള ഈ ബി.ജെ.പി. എം.പി ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റി കഴിഞ്ഞു. ഈയിടെ ഹിൻഡൻബർഗ് റിസർച്ച് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ അദാനിക്കെതിരെയും സെബി അധ്യക്ഷ മാധബി പുരി ബുച്ചിനുമെതിരെ വിമർശനം നടത്തിയിരുന്നു. എന്നാൽ ഇക്കുറി ഹിൻഡൻബർഗ് റിസർച്ച് റിപ്പോർട്ടിന് ഇന്ത്യൻ ഓഹരി വിപണിയിൽ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നല്ലാതെ കൃത്യമായ തെളിവുകൾ നിരത്താൻ കഴിയുന്നില്ലെന്നതാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ടുകളുടെ പോരായ്മ എന്നാണ് അനുകൂലിക്കുന്നവർ പറയുന്നത്. ഒരു പുകമറ സൃഷ്ടിക്കാൻ മാത്രമാണ് കഴിയുന്നത്. അദാനിക്കെതിരെ ഹിൻഡൻബർഗ് റിസർച്ച് ആദ്യവട്ടം വിമർശനം ഉന്നയിച്ചപ്പോൾ അദാനി കമ്പനികളുടെ ഓഹരികൾ വൻതോതിൽ തകർന്നിരുന്നു. എന്നാൽ ഹിൻഡൻബർഗ് റിസർച്ച് റിപ്പോർട്ട് മോദി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ അമേരിക്കൻ ശതകോടീശ്വരൻ ജോർജ് സോറോസിന്റെ ഫണ്ട് കൈപ്പറ്റിക്കൊണ്ടുള്ള കരുനീക്കങ്ങളാണെന്ന വാദത്തിന് ബലം കൂടിയിരിക്കുകയാണെന്നാണ് ബി.ജെ.പി. വാദിക്കുന്നത്. മാത്രമല്ല ഹിൻഡൻബർഗ് റിപ്പോർട്ടുകളെ പിന്തുണച്ച് മോദിയെയും അദാനിയെയും കടന്നാക്രമിക്കൽ രാഹുൽ ഗാന്ധി പതിവാക്കിയിട്ടുണ്ടെന്നും കാര്യമറിയാതെ ആട്ടം നടത്തുന്ന രാഹുൽ ഗാന്ധിയുടെ ഈ സ്വഭാവത്തെയാണ് തെലങ്കാന എം.പി. വിമർശിച്ചിരിക്കുന്നതെന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. കോൺഗ്രസ് ഭരിക്കുന്ന മിക്ക സംസ്ഥാനങ്ങളിലും അദാനിയുടെ പദ്ധതികളെ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഹിൻഡൻബർഗ് റിപ്പോർട്ടാണ് വിശ്വാസമെങ്കിൽ കോൺഗ്രസ് ഇത് ചെയ്യരുതെന്ന വിമർശനവും ഉയരുന്നുണ്ട്. ഏതായാലും എല്ലാം കാത്തിരുന്നു കാണുകയെന്നല്ലാതെ മറ്റ് നിവർത്തിയില്ല.